ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം പാട്ടാണ് കേട്ടോ. തോറ്റത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കളമാണ്. അപ്പോൾ രാവിലെ ദൈവത്തിൻ്റെ കളത്തിന് അധികം പേരുണ്ടാവാറില്ല, നമ്മൾ ഈ അടുത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. വൈകുന്നേരമാണ് എല്ലാവരും വരിക കേട്ടോ കൂടുതൽ. അപ്പോൾ പിള്ളേർ സെറ്റുകളൊക്കെ പാന ചാടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഈ തോറ്റത്തിൻ്റെ ദിവസം കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ഡാൻസിട്ടുണ്ടെങ്കിൽ പാട്ടാണ് ആൺപിള്ളേർക്ക് അപ്പോഴാണ് പാന ചാടാനൊക്കെ ആയിട്ട് ഇഷ്ടം. അപ്പോൾ ദൈവം തുള്ളാനായിട്ട് നമ്മുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ ദൈവത്തിന് തുള്ളണത്. അപ്പോൾ അവൻ എല്ലാവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മുടെ സിദ്ധുവാണ് തുള്ളിയത്, ഇവനായിട്ട് തുള്ളണത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പിള്ളേരൊക്കെ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും മുണ്ടൊക്കെ എടുത്ത് മറ്റേ കുരുത്തോലൊക്കെ കെട്ടിയിട്ടുണ്ട്, അതൊന്നും അഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതേ പാന ചാടാനായിട്ട് റെഡി ആയിട്ടിരിക്കാനായിട്ട്. ഈ ദിവസം ഫുള്ള് ഇവർ ഉറങ്ങാണ്ടിരിക്കും കേട്ടാ. നമുക്കൊക്കെ ഉറക്കം വന്നിട്ട് എന്താ പറയുക, കരിങ്കുട്ടി സ്വാമിയുടെ കളത്തിയപ്പോൾ ഞാൻ പോയിട്ട് ഉറങ്ങി. ഞാൻ അങ്ങനെ എല്ലാ കൊല്ലം ഉറങ്ങാണ്ട് പിടിച്ചിരിക്കാൻ നോക്കാറുള്ളതാണ്. പക്ഷേ ഈ വട്ടം എന്തോ കരിങ്കുട്ടി സ്വാമിയുടെ കളം ഞാൻ കണ്ടില്ല, ഞാൻ വേഗം ഉറങ്ങി. പക്ഷെ പിള്ളേരൊക്കെ എല്ലാ പാനയുടെയും സമയത്ത് നമുക്കിപ്പോൾ എല്ലാ പൂജയ്ക്കും 3 പാനയുണ്ട്. ആ സമയത്ത് ഇവരെ വിളിക്കുമ്പോൾ ഇവരവിടെ ഉണ്ടാവും, ഇവർ ഉറങ്ങാണ്ട് അവിടെ ഉണ്ടാവും പാന ചാടാനായിട്ട് റെഡി ആയിട്ട്. അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേർ സെറ്റുകളുടെ പാനചാട്ടമൊക്കെ തുടങ്ങി. അപ്പോൾ രാവിലത്തെ നമ്മുടെ ദൈവത്തിൻ്റെ കളമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകിട്ടാണ് ഇനിയുള്ള കളങ്ങൾ കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറേ പണികളുണ്ട്. നമ്മൾ ചിക്കനാണ് പ്രസാദം, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ദേ എല്ലാവരും അവിടെ എത്തിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ വീരഭദ്രസ്വാമിയുടെ കളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതിന് കളമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഇത് നമ്മുടെ പാപ്പൻ്റെ മോനാണ് കേട്ടോ. അക്കുടോനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചതാണ്. ഇത് നമ്മൾ കോഴിത്തല ചുടും. ഇത് നമ്മുടെ ചടങ്ങുകൾ വേറെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് തോന്നും. നമ്മൾ ഇവിടെ എങ്ങനെയാണ് കുറേ വർഷമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആചരിച്ച് വരുന്ന കുറച്ച് ചടങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇത് നമ്മുടെ പാപ്പൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുക്കാറുള്ളത്. അപ്പോൾ ഈ ചേച്ചിയാണ് അവിടെ നിന്നിട്ട് അത് ചുടുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ അത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഇരുന്ന് ഇരിക്കുന്ന ചേച്ചിമാരുടെ മക്കളാട്ടതൊക്കെ. അപ്പോൾ നമുക്കിവിടെ രാവിലത്തെ
ദൈവത്തിൻ്റെ കളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ പ്രസാദങ്ങൾ, വട, ഉഴുന്നുവട, ഉണ്ണിയപ്പം, അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നെ ഈ ചിക്കൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ പണികൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ മുത്തേച്ചി ഉച്ചയ്ക്ക് പോയിട്ട് പിന്നെ അവൾ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി കുളിച്ചൊക്കെ വന്നിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വരാനായിട്ട്. അപ്പോൾ അതേ കളം കയ്യിൽക്കാണ് കേട്ടോ. ഓരോ കളം ഓരോരുത്തർ വിചാരിച്ചിട്ടുണ്ടാവും നടത്താനായിട്ട്. അപ്പോൾ ഈ വീരഭദ്രസ്വാമിയുടെ കളം നടത്തണമെന്ന് വിചാരിച്ച ആളുകളൊക്കെ കളം കയ്യേൽക്കുന്ന ചടങ്ങാട്ടോ അപ്പോൾ നടക്കുന്നത്. സന്തോഷ് ഇവര് പിന്നെ ഒരേപോലെ നിൽക്കുന്നത് നമ്മളെല്ലാവർക്കും ഒരേപോലത്തെ തുണി എടുത്തിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ മിനിക്കും നിലയ്ക്കുള്ളത് പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ 3 ആമ്പിള്ളേർക്കും തനുവിനുള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഒരേപോലെ തയ്പ്പിച്ച് നമ്മൾ മിക്ക പാട്ടിൻ്റെ അന്നും നമ്മളങ്ങനെ ഇടാറുണ്ട് കേട്ടോ. അവർക്ക് 6 പേർക്ക് ഒരേപോലത്തെ ഇടാൻ നോക്കാറുണ്ട്. അപ്പം അതേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കവിടെ പൂജയുണ്ട്. പൂജ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി പാട്ട് തുടങ്ങുള്ളൂ കേട്ടോ. ഈ പാട്ട് കേട്ടിരിക്കാനായിട്ട് നല്ല രസമാട്ടോ. ഈ വീരഭദ്രസ്വാമിയുടെ പാട്ട് ഭയങ്കര രസം. അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയുടെ ഒക്കെയാലും നമുക്കിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ മനസ്സിലാവണുണ്ടല്ലോ. കുറേ കൊല്ലങ്ങളായല്ലോ കേട്ടു തുടങ്ങിയിട്ട്. ആദ്യമൊന്നും ഞാനിത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല ഈ പാട്ടൊക്കെ. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളതിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി കഥയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ അമ്പലത്തിൽ പോവുക, അത് കണ്ടിരുന്ന് വരിക എന്നല്ലാതെ നമ്മളവിടെ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സഹായിക്കുക, അവിടെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അതൊക്കെ കൂടിയിരുന്ന് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞങ്ങൾ മിക്കതും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായതും അമ്പലം കൊണ്ട് നമുക്കവിടെ ആരെങ്കിലും ഇല്ലാത്ത മേമന്മാരൊക്കെ അവിടെ ചെയ്യുന്നുണ്ടാവും, വലിയമാരൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ മുത്തേച്ചിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അതിനെ കാണുമ്പോൾ പാവം തോന്നുന്നത് യാത്ര ആയിട്ടൊന്നുമില്ല. എല്ലാവരും യാത്രയിൽ ഒരുങ്ങി വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ യാത്ര വേണ്ടി നിൽക്കണോണ്ട് ഇപ്പം ഞങ്ങൾ കുറേ വട്ടം പറഞ്ഞു. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് നിൽക്കുക. നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുളിക്കുന്ന നേരമായി ഇപ്പോൾ പോയതാണ്. അതുവരെ അവിടെ അരിയാനും പിടിക്കാനൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ദേ ഗീതമായും ഉണ്ട്. അവളും ഗീതമായും കൂടിയിട്ടാണ്. മോനിമായാണ് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് കേട്ടോ. അവിടെ ഇപ്പൊ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ട്. തോറ്റത്തിന് ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ തോറ്റമാണ്. മനസ്സിലായി? ആ തോറ്റത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അടിച്ചു പൊളിക്കാണ് എല്ലാവരും കൂടി ഒറ്റ മനസ്സോടെ കുടുംബത്തിന്റെ ഐക്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒറ്റ മനസ്സോടെ കൂടി എല്ലാവരും അടിച്ചു വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാട്ടിൻ്റെ അന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിന് വിളമ്പാനായിട്ട് ഈ വട്ടം എല്ലാ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ടാണ് വിളമ്പുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാട്ടോ. അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വേറൊരു സന്തോഷമല്ലേ.
അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ദേ വന്ന് ഇരുന്ന് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ കളം തുടങ്ങണേക്കാളും മുമ്പ് നമ്മൾ ഫുഡിൻ്റെ പരിപാടി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോയിട്ട് എൻ്റെ ചേച്ചി മാത്രം യാത്രയാവാണ്ട് പണി തിരക്കിൽ കുഴപ്പമില്ലേ ദേവി നിനക്കതിന് ഹലോ ഹായ് എന്താണ് വിശേഷം? ഞങ്ങള് പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് പോന്നിരിക്കുകയാണ് പറയണം. അപ്പോൾ അതേ മിഴി അനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താണാവോ എന്നറിയില്ല, എൻ്റെ മേത്തുനിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് നല്ല പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവള്. അപ്പോൾ അതേ ഫുഡ് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പിള്ളേർ നമ്മുടെ ഒപ്പം തന്നെ നിന്നിട്ട് വിളമ്പാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മിഴി എൻ്റെ അടുത്ത് നിന്ന് പോകാത്ത കാരണം ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അവള് ഒരു രക്ഷയുണ്ടായിരുന്നു. ഇത് നമ്മുടെ അനിയന്മാരാട്ടാ, പാപ്പൻ്റെ മക്കളാണ്. ഞങ്ങളിപ്പോൾ ഇപ്പം ഇത്ര ഏജായിട്ട് ചേച്ചിമാരായത് ഇവരുടെയാണ് കേട്ടോ, കുഞ്ഞനിയന്മാരാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ കളം പൂച്ചിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കളം പൂച്ചിക്കുന്ന സമയവും പിന്നെ കളം വരയ്ക്കുന്ന സമയമൊക്കെ നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കുമ്പോൾ ഓർക്കം വരില്ല. അപ്പോൾ ഈ ഉറക്കം കളയാനായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ വർത്തമാനത്തിൽ ഇടപെടാറുണ്ട്. അതേ ഇപ്പോൾ ഇവർ തോന്നും ഇവർ തല്ലുകൂടാന്ന്. ഇവർ തല്ലുകൂടല്ല, ഏജിൻ്റെ ആരാണ് മൂത്ത് എന്നുള്ള തർക്കത്തിലാണ് രണ്ടുപേരും. എന്നിട്ട് ലാസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയി നടക്കായിരുന്നു. ഇപ്പോൾ ഉണ്ണിക്കായി കാരണം നമുക്ക് അത്ര ഫ്രീ ആയി നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. മിഠായി പറയോ അല്ലെങ്കിൽ പേട പറയുണ്ട്. മിഠായി പറയാ പേടയാ. അപ്പോൾ ഈ വട്ടം നിവേശിയുടെ വക മിഠായിപ്പറി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് അത് കാരണം നല്ല ഇഷ്ടമായിട്ടുണ്ട്. കളം കഴിഞ്ഞത് ഓർമ്മയുള്ളോ, മിഠായി ഒരെണ്ണം പോലും ആ പറയലുണ്ടായിരുന്നില്ലേ, ബാക്കി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ മിഴി രക്ഷയില്ലാണ്ട് ഓടിക്കളിക്കായിരുന്നു. എനിക്ക് കളത്തിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ടായിരുന്നു ഞാൻ നിൽക്കണ്ടായിരുന്നത്. ആദ്യമൊക്കെ എന്ത് സമാധാനത്തിൽ അടിച്ച് പൊളിച്ച് നടക്കണ്ടായിരുന്നതാ. ഇപ്പം ഞങ്ങൾ അടിച്ചു പൊളിച്ച ആൾക്കാരാണ് ഈ പിള്ളേരുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തോറ്റത്തിന് പണ്ടേ പട്ടുപാവടങ്ങൾ കുട്ടികളിറക്കില്ല. നമ്മുടെ പാപ്പന്മാരൊക്കെ കൂടിയിട്ട് ആ വട്ടനിരുന്നിട്ടുള്ള ആ പാനച്ചാട്ടനൊക്കെ വളരെയധികം ഭംഗിയായിട്ട് ഞങ്ങള് പണ്ടത്തെ എന്ന് പറയണെങ്കിൽ ഞങ്ങള് പട്ടുപാവടയൊക്കെ ഇട്ട് നമ്മള് ഇപ്പോഴത്തെ ആ ഫാഷൻ വീണ്ടും കുറച്ച് വരുന്നുണ്ട്. അത് രസമായിരുന്നു. ഉണ്ണിച്ചാരി എന്നുണ്ട് ഒരാളുണ്ടായിരുന്നു. അത് ഭയങ്കര പേര് കേട്ടിട്ട് ആ കോഴി വീട്ട് നേരത്തെ നമ്മുടെ ഒരു പന്തളിച്ചിട്ട് പ്രത്യേക തരം ഒരു ചിട്ടപ്പെടുത്തലൊക്കെയാണ്. അത് കാലകാലങ്ങളായിട്ട് കാക്കനാടന്മാരോട് മാത്രമാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് പന്തൊഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും മനോഹരമായത്. ഇപ്പോഴത്തെ തലമുറ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഏറ്റെടുത്ത ആളെന്നോട്ടെ നമ്മുടെ സ്വന്തം പൊന്നു. അപ്പതേ ഇപ്പം ഞാൻ കഴിക്കണ ഫുഡ് ഉണ്ടല്ലോ, സൂപ്പർ സാധനം കേട്ടോ. നമ്മൾ ചിക്കൻ കറി വെച്ച് ആ ഉരുളിയിൽ കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാപ്പനോട്, ഇതാണ് ഞങ്ങളുടെ പാപ്പൻ രാജേഷ് പാപ്പൻ്റെ, പാപ്പനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ പാപ്പൻ അവിടെ ഇങ്ങനെ പൂജകളിലെ ഒപ്പം നിൽക്കണ കാരണം പാപ്പന് വേണ്ടാന്ന് പറഞ്ഞു. സൂപ്പർ സാധനമാണ്.
അപ്പം അതേ അവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ദൈവന്മാർ വന്നത് ഗുഡു അച്ചുട്ടനും. അപ്പോൾ മിഴി അച്ചുട്ടൻ്റെ അടുത്ത് കിടന്നിട്ട് ദേ ഉറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സുഖമായി പാട്ട് കണ്ടു കേട്ടോ, അവളെ കൊണ്ട് കിടത്തിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് മാങ്ങ പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. തോറ്റം കഴിയാറായി. തോറ്റത്തിന്റെ നമ്മുടെ വീരഭദ്രസ്വാമിയുടെ ഒരിക്കലും ഇരിക്കില്ല. പിന്നെ ഞങ്ങൾ 3 പേര് 2 ദിവസം തോറ്റം മതിയാവില്ല ഞങ്ങളുടെ കഥ പറച്ചിൽ കഴിയാനായിട്ട്. അത്രയ്ക്കധികം വർത്താനങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടോ. നമ്മുടെ തുള്ളൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ പാന ചേട്ടന്മാരാണ് ചാടുക.
പിന്നെ ഈ ഉള്ള തിരക്ക് പിന്നെ എല്ലാ കൊല്ലം നമ്മൾക്ക് എന്താ പറയുക ഉണ്ടാവണതാണ്. ഇപ്പോൾ മറ്റേ പ്രസാദം കൊടുക്കാണ് കേട്ടോ, അതിനുള്ള തിരക്കാണ്. നേരത്തെ കണ്ടത്തേക്കാളും ഒന്നും കൂടി തിരക്ക് ഇത് ചിക്കൻ ആയതുകൊണ്ടാണ്. നേരത്തെ അതല്ല, അതാണ് ഇത്രയ്ക്ക് തിരക്ക് കൂടുതലായത്. അന ഫുള്ള് വീട്ടിൻ്റെ ഇവിടെ ഇരുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വീരഭദ്രസ്വാമിയുടെ കളം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ കളം വരച്ചു എഴുന്നള്ളിക്കാണ് കേട്ടോ നമ്മൾ. കിട്ടി 4 പേരൊന്ന് വിളിക്കേണ്ടു എന്റെ ഭഗവാനെ. ഒന്നാണെങ്കിലോ ഒരൊക്കത്തും വെക്കാമായിരുന്നല്ലോ, രണ്ടാണെങ്കിലോ രണ്ടൊക്കത്തും വെക്കാമായിരുന്നു, മൂന്നാണെങ്കിലോ രണ്ടിനെ രണ്ടൊക്കത്തും ഒന്നിനെ നടത്തി കൊണ്ടുപോകാമായിരുന്നു. ഇപ്പം പാടുന്നത് നമ്മുടെ പൊന്നൂസാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശബ്ദം കേട്ടപ്പോൾ നോക്കിയത്. അവനിങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഫോണിൽ നോക്കിയിട്ടാണ് പാടണമെന്ന്. ഫോണിൽ നോക്കിയിട്ടില്ല, കാണാണ്ട് പഠിച്ചു പാടണതാട്ടോ. അത് എങ്ങനെയാണ് പാടണത്, എങ്ങനെയൊക്കെയാവും ഇങ്ങനെ പഠിച്ചതെന്ന് അറിയില്ല. എന്തായാലും അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വിഷ്ണുമായ മകനെ എന്നും പേർ വിളിക്കുമ്പോ ഒക്കേലേക്കും ഒടുവിലായി പൂളിവാക പെണ്ണും വിളിച്ചു. അസുരാകുലത്തിൽ നാഥനായ പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തേ. അതും പഠിച്ചു ചാടി വീഴുന്നല്ലോ പൊന്നുണ്ണീമായ എന്നോട് ശക്തി ബുദ്ധി അവരാരും പറയില്ലല്ലോ. എന്നോട് ചേട്ടന്മാരെ അവരാരും പറഞ്ഞിട്ടില്ലേ നടന്നല്ലോ. ആവതില്ല മുതലില്ല അപ്പോൾ നല്ല ഒരു നേരമൊക്കെ വെളുക്കാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഉറക്കം വന്നിട്ട് കുറേ പേര് ഇതൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് മേമ ഷാജിദ് മേമ നല്ല സൂപ്പർ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ കാപ്പിയുടെ ബലത്തിലാണ് കുറേ പേരിങ്ങനെ ഇരിക്കണത് കേട്ടോ. എല്ലാവരും പോകാൻ നല്ല ഉറക്കം വന്നിട്ട്
അപ്പോൾ വീരഭദ്രസ്വാമിയുടെ കളം കഴിഞ്ഞിട്ട് അടുത്തത് കരിങ്കുട്ടി സ്വാമിയുടെ കളമാണ്. കരിങ്കുട്ടി സ്വാമിയുടെ കളത്തിന് ഞാൻ ഇരുന്നില്ല കേട്ടോ, ഞാൻ ഉറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കാണ്ട് ഉറങ്ങണത്. അതെനിക്ക് നല്ല കുറ്റബോധം ഇപ്പോൾ തോന്നുന്നു.
യാത്ര ശ്രദ്ധിക്കട്ടെ നമ്മൾക്കിവിടെ അപ്പോൾ കളങ്ങളെല്ലാം കഴിഞ്ഞു. ഇതേ പൊലിപ്പാട്ടും നടന്നുകൊണ്ടിരിക്കാനായിട്ട്. പൊലിപ്പാട്ടോട് കൂടിയിട്ട് നമ്മുടെ തോറ്റം പാട്ട് ഇക്കൊല്ലത്തെ അവസാനിച്ചിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഭയങ്കര, ഈ കാണുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെയുള്ള ഞങ്ങളുടെ ഫാമിലിക്ക് നല്ല എന്താ പറയുക ഒരു ഓർമ്മയായിരിക്കും എപ്പോഴും. അത്ര അടിച്ചു പൊളിച്ചൊരു ഇക്കൊല്ലം ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം അത്രയും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള കൊല്ലങ്ങളും കൂടുതൽ ആൾക്കാരും ആഘോഷമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നടത്താൻ പറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.